പ്രജനി, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം എന്നുള്ളതാണ് തോന്നുന്നത്. അതിൽ ഇവിടെ കണക്കുകൾ വെച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ബിന്ദു കൃഷ്ണ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ആ മണ്ഡലത്തിലുണ്ടാക്കിയ സ്വീകാര്യത എന്നുള്ളത് ഏറ്റവും പ്രധാനം കൂടിയാണ്. ബിന്ദു കൃഷ്ണ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് എന്നൊരു ഫീൽ എപ്പോഴും ഉള്ള ആളാണ് ബിന്ദു കൃഷ്ണ. കഴിഞ്ഞ തോൽവിക്ക് ശേഷം ബിന്ദു കൃഷ്ണ മണ്ഡലത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു. വൈകാരികമായ പല പ്രതികരണങ്ങൾ ബിന്ദു കൃഷ്ണയുടെ കാര്യത്തിൽ നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ നിലനിർത്താൻ സാധിക്കുന്ന, നമ്മൾ ഈ ചില സിനിമാ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീൽ പൊതുവിൽ ആളുകളോട് നിലനിർത്താൻ കഴിയുന്ന ഒരു നേതാവാണ് ബിന്ദു കൃഷ്ണ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ അനുകൂല ഫാക്ടറായി പ്രവർത്തിക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷേ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPIM-ന്റെ ഉറച്ച വോട്ടുകളുള്ള മണ്ഡലമാണിത്. 2016 ആ വോട്ട് കണക്ക് പരിശോധിച്ചാൽ ആ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളൊക്കെ CPIM-ന്റെ കോർ വോട്ടുകളാണ് എന്നുള്ളത് നമുക്ക് കാണാം. 2021 എത്തുമ്പോൾ മുകേഷ് തന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനോട് ഈ പാർട്ടി എന്ന നിലയിൽ ആളുകൾ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ വോട്ടുകൾ കുറയുന്നതിൽ കാരണമായത്. അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം. അപ്പോൾ ഈ ഫാക്ടറുകൾ വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ പക്ഷേ മറുഭാഗത്തുള്ള സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനം കൂടിയാണ്. അവിടെയാണ് ജയമോഹൻ വരുന്നത്. പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും LDF-ന്റെ പെട്ടിയിലേക്ക് തന്നെ എത്തിക്കാൻ ഏറ്റവും പ്രാപ്തനായ സ്ഥാനാർത്ഥിയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് ജയമോഹൻ. മാത്രമല്ല കശുവണ്ടി തൊഴിലാളികളുടെ വോട്ട് വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന മണ്ഡലമാണിത്. അപ്പോൾ ജയമോഹൻ ആ നിലയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒപ്പം തന്നെ CITU പോലുള്ള തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അപ്പോൾ അത് ജയമോഹന് സ്വാഭാവികമായും അനുകൂലമായി വരികയും ചെയ്യും. പ്രജൻ, എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു പ്രവചിക്കാൻ കഴിയാത്തൊരു മണ്ഡലങ്ങളിൽ ഒന്ന് എന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മണ്ഡലമായി ഇത്തവണ കൊല്ലം മാറുന്നുണ്ട്.